സക്സസ് അക്കാഡമിയുടെ ഡെയിലി കറണ്ട് അഫയേഴ്സ് ഷോർട്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ത്യൻ ഗവൺമെന്റിന്റെ ഏത് മന്ത്രാലയമാണ് ഇ സാക്ഷ്യ, ന്യായ സേതു, ന്യായശ്രുതി, ഇ സമ്മാൻ ആപ്പുകൾ ആരംഭിച്ചത്? ആഭ്യന്തര മന്ത്രാലയം. 2024 പാരീസ് ഒളിമ്പിക്സിനായി പുറത്തിറക്കിയ 4 സ്മാരക സ്റ്റാമ്പുകളിൽ ഏത് ഒളിമ്പിക് കായിക ഇനങ്ങളാണ് ചിത്രീകരിച്ചിരിക്കുന്നത്? ജാവലിൻ ത്രോ, ഫീൽഡ് ഹോക്കി, സെയിലിംഗ്, ടേബിൾ ടെന്നീസ്. SU-30 MKI, ലൈറ്റ് കോമ്പാക്ട് എയർക്രാഫ്റ്റ് തേജസ് എന്നിവ സജ്ജീകരിക്കാൻ ഇന്ത്യൻ എയർഫോഴ്സ് ഏത് മിസൈലിനാണ് അനുമതി നൽകിയത്? ആസ്ട്ര MK-1. 2024 പാരീസ് ഒളിമ്പിക്സിൽ ഒളിമ്പിക് സ്വർണ്ണ മെഡൽ നേടി അടുത്തിടെ ഗോൾഡൻ സ്ലം നേടിയ ടെന്നീസ് താരം നൊവാക് ജോക്കോവിച്ച്. 2024 പാരീസ് ഒളിമ്പിക്സിൽ ജമൈക്കയുടെ കിഷാൻ തോംസനെ പിന്തള്ളി ഫോട്ടോ ഫിനിഷിൽ പുരുഷന്മാരുടെ 100 മീറ്റർ സ്വർണം നേടിയതാര്? നോഅ ലൈൽസ്. ഈയിടെ അന്തരിച്ച യാമിനി കൃഷ്ണമൂർത്തിക്ക് ശാസ്ത്രീയ നൃത്തത്തിന് നൽകിയ സംഭാവനകൾക്ക് 2016 ഏത് അവാർഡാണ് ലഭിച്ചിരുന്നത്? പത്മവിഭൂഷൺ. ഇന്ത്യയിലെ ആദ്യത്തെ അർദ്ധചാലക അസംബ്ലിയും ടെസ്റ്റ് സൗകര്യവും അസമിലെ മോറിഗാവ് ജില്ലയിൽ സ്ഥാപിക്കുന്നത് ഏത് കമ്പനിയാണ്? ടാറ്റ ഇലക്ട്രോണിക്സ്. നേപ്പാളിൽ 5792 കോടി രൂപയുടെ ലോവർ അരുൺ ജലവൈദ്യുത പദ്ധതി കൈകാര്യം ചെയ്യുന്നതിനുള്ള ഉത്തരവാദിത്തം ഏത് ഇന്ത്യൻ സംഘടനയ്ക്കാണ്? സത്ലജ് ജൽ വിദ്യുത് നിഗം. പാരീസ് ഒളിമ്പിക്സ് 2024 സമാപന ചടങ്ങിൽ ഇന്ത്യയെ നയിക്കുന്നതാര്? മനു ഭാക്കർ. കേന്ദ്ര സർക്കാർ മയിൽ സങ്കേതങ്ങളായി നിശ്ചയിച്ചിട്ടുള്ള പുതിയ പ്രദേശങ്ങൾ ഏതാണ്? ആദിചുഞ്ചനഗരിയും ചൂളന്നൂരും. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.